പൊട്ടലും ചീറ്റലും ഒക്കെ ഒതുക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂർധന്യത്തിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രി പദവി വിവാദം കോൺഗ്രസിനെ കുടുക്കിലാക്കിയിരിക്കുകയാണ്. നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ 3 ദിവസം കോൺഗ്രസ് നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തിയ കെ സുധാകരനാണ് ഈ വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിയത്. മറ്റൊരു മുതിർന്ന നേതാവ് പി ജെ കുര്യൻ അത് ഏറ്റുപിടിച്ചതോടെ ചർച്ച സജീവമായി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ച ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതില്ല എന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്ന് വി ഡി സതീശനും വ്യക്തമാക്കി. UDF അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ചെന്നിത്തലയാണ് താൻ ശുപാർശ ചെയ്യുന്നതെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. ഭൂരിപക്ഷം കിട്ടിയാൽ നിലവിലെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണ് സാധാരണയുള്ള കീഴ്വഴക്കം. എന്നാൽ സതീശനേക്കാൾ മുതിർന്ന നേതാവാണ് ചെന്നിത്തല, ഒരു സംശയം വേണ്ട. അദ്ദേഹത്തെ സ്വാഭാവികമായി പരിഗണിക്കാവുന്നതാണ്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ ചുമതലയിലേക്ക് വരുമെന്ന അഭ്യൂഹങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. ഒടുവിൽ സഖികെട്ടാണ് ഇത്തരം അനാവശ്യ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം ഇന്നലെ വിലക്കിയത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി സണ്ണി ജോസഫിനെ പ്രതിഷ്ഠിച്ചതിൽ വി ഡി സതീശൻ ചരടുവലി നടത്തിയെന്ന സംശയമാണ് സുധാകരനെ കൊണ്ട് ഇതൊക്കെ പറയിച്ചത്. നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന താല്പര്യം സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും MP-മാർ മത്സരിക്കേണ്ടെന്ന ഏറ്റവും കൂടുതൽ കടുംപിടുത്തം പിടിച്ചത് സതീശനായിരുന്നു. 3 ദിവസം ഡൽഹിയിൽ തങ്ങി നിരാശനായി സുധാകരന് മടങ്ങേണ്ടി വന്നു. ഇതിന്റെ എല്ലാം കണക്ക് തീർക്കൽ കൂടിയാണ് സുധാകരന്റെ ഈ പ്രസ്താവന. ഡൽഹി ചർച്ചയിൽ സുധാകരന് വേണ്ടി നേതൃത്വത്തോട് സംസാരിച്ചത് ചെന്നിത്തലയാണ്. UDF അധികാരത്തിലെത്തിയാൽ ചെന്നിത്തല മുഖ്യമന്ത്രിയാവുമെന്ന് തിരുവല്ലയിലെ UDF കൺവെൻഷനിൽ ചെന്നിത്തലയെ വേദിയിലിരുത്തിയാണ് പി ജെ കുര്യൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ചർച്ച വഴിതിരിച്ചു വിടുന്ന തരത്തിലുള്ള പ്രസ്താവനയാണിത്. കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലെന്നും ടീം UDF ആണ് മുന്നോട്ട് പോകുന്നതെന്നുമായിരുന്നു കെ മുരളീധരന്റെ അഭിപ്രായം. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് സണ്ണി ജോസഫും പറഞ്ഞു. ഈ ചർച്ചകളും അഭിപ്രായങ്ങളും അനവസരത്തിലാണ്. ഇതൊക്കെ വോട്ടർമാരെ കൺഫ്യൂഷനിലാക്കാനേ കഴിയൂ. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നിരാശ സമ്മാനിക്കാനേ ഇതുകൊണ്ട് ഫലമുള്ളൂ.